ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു 3-5 പ്രാവശ്യം കണ്ടപ്പോൾ തോമസ് തൂപ്പൽക്കുടിയുടെ ഭാവനയിൽ ഉദിച്ചാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു കാസറ്റ്, ഓഡിയോ കാസറ്റ്, അന്ന് ഓഡിയോ കാസറ്റാണ്. അങ്ങനെ ഈ സാധനം സ്റ്റുഡിയോയിലെത്തി, അങ്ങനെ റെക്കോർഡിങ് തുടങ്ങി. നാഷ്ക വന്നു. നാഷ്ക പറഞ്ഞത് ഡയറക്ഷൻ ഞാൻ ചെയ്യാൻ. നാഷ്കയുടെ കെയർ ഓഫിൽ 3-4 പാരഡി പാട്ടുകളൊക്കെ എഴുതി ഒന്നുകൂടി കളർഫുള്ളാക്കിയ സാധനം. അപ്പം അതിനുശേഷം റെക്കോർഡിങ്ങിന് സമയത്ത് ഞാനും സ്റ്റുഡിയോയിലുണ്ട്. അപ്പം അന്ന് മാമുക്കോയെ ചെയ്യാമെന്നുള്ള വലിയൊരു കോൺഫിഡൻസിൽ നിൽക്കുക. ഞാനിതിൽ മാമുക്കോയെ ചെയ്യേണ്ടത്. നാഷ്ക പറഞ്ഞടാ ഒന്ന് ചെയ്തു നോക്കാൻ തന്നെ. മാമുക്കോ ചെയ്ത് ഏറ്റില്ല, പോരാ, എടാ അത് ശരിയാവില്ല, കാരണം ഇത്രയും ഡിറ്റോ വോയിസ് കൊച്ചിങ്ങനെ ഇപ്പം ജനാർദ്ദൻ എല്ലാം ഡിറ്റായിട്ട് ഇടണം. അപ്പം എനിക്ക് വേറെ ഇല്ല, ഞാൻ പതുക്കെ മാറിയിക്കുക. ഇപ്പോൾ തോമസിന് സങ്കടമായപ്പോൾ തോമസ് പറഞ്ഞു എടാ നിൻ്റെ ശ്രീനിവാസനൊന്ന് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഞാൻ വന്ന് ഞാൻ മറ്റേ ശ്രീനിവാസൻ്റെ അന്ന് എടുത്തു നോക്കടാന്ന് എടുത്തു നോക്കി. ആടാ ഇത് കുഴപ്പമില്ല, ഇത് മതി, ഫ്രാങ്കായിട്ട് നീ ശ്രീനിവാസൻ ചെയ്ത. അപ്പോൾ നമുക്ക് ശ്രീനിവാസനിലേക്ക്. കുണക്കിട്ട കോഴി കുളക്കോഴി കൊന്നോൻ ചാരുവിലെ വയറ്റാട്ടി നീ കേട്ടോ ശ്യാമളെ, എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ മുട്ടയടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം മുഴുകുന്നു, ചൂടുവെള്ളം ചൂടാക്കുന്നു. ഈ അപര്യം സിനിമയിലായിരുന്നെങ്കിൽ ഈ തവണത്തോട് വിഷയോടെ നമ്മുടെ വീട്ടിൽ ഷോക്കില്ല. അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാൻ ഇതിലേ പോയി, അച്ഛൻ ഇതിലേ വന്നപ്പോൾ ഞാൻ അതിലേ പോയി. അമ്മാമേ. എക്സലന്റ് ചേട്ടാ, എക്സലന്റ്. താങ്ക് യു. കരുണാകരൻ സാറിൻ്റെ ആ വോയിസ് ഒരു ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും നമുക്കും പ്രേക്ഷകർക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ പ്ലാറ്റ്ഫോം വരെ എത്തിച്ച എൻ്റെ കൺകണ്ട അല്ലെങ്കിൽ ഞാൻ കണ്ട ദൈവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നട്ടലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ അനുകരിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് തീർത്ത് പറയാം. എല്ലാവർക്കും നമസ്കാരം. വൺസ് അപ്പോൺ എ ടൈം എന്ന പരിപാടി അമൃത ചാനലിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഷോയാണ്. ഇന്നത്തെ കാലത്ത് കോവിഡ് എന്ന് പറഞ്ഞെല്ലാം ലോകത്തെല്ലാവർക്കും പട്ടിണിയും പരിവട്ടവും എല്ലാമാണ്. പക്ഷേ എൻ്റെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ കൊറോണയൊന്നും ഈ നാട്ടിൽ വരില്ലായിരുന്നു. കാരണം എന്നെ വെട്ടാൻ പറ്റിയൊരു കൊറോണ ഈ നാട്ടിലില്ല. എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഗുരുവായൂരപ്പ. ഇനിയിപ്പോൾ വന്ന സ്ഥിതിക്ക് ഉമ്മൻചാണ്ടിയുടെ ചെയ്തൊക്കെ പൊളിക്കും. കേരളത്തിനെ കുറിച്ച് പറയുമ്പോഴോ ഏറ്റവും ഇന്ന് പേടിപ്പിക്കപ്പെടുന്ന ഒരു സീസണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ അത് പൊളിക്കുവാനോ പണിയുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭരണമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് പണിയുമായിരുന്നു, അല്ലെങ്കിൽ പൊളിക്കുമായിരുന്നു. എന്തായാലും ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു കയ്യടിയോട് കൂടെ നമുക്ക് എക്സലൻസ് അവാർഡ് നൽകുവാൻ വേണ്ടി പക്രു ചേട്ടനെയും രമേശ് ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കും. ശ്രീ ജയരാജ് സെഞ്ചുറി. ജയരാജേട്ടൻ ഒരുപാട് നന്മകളുള്ള പല വലിയ വലിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഹാസ്യ രചനകളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ചെയ്ത പരിപാടികൾ പലതും വേൾഡ് റെക്കോർഡുകൾ വരെ കിട്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ വന്ന ശേഷം അദ്ദേഹം ഈ നടന്മാരുടെയൊക്കെ ശബ്ദം എനിക്കും എന്നോട് പറഞ്ഞു ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഒരു എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം കൊണ്ട് ഒരു പേപ്പറും പേനയും മേടിച്ച് ഒരു പാട്ട് എഴുതി എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ഇവിടെ വന്ന് ചെയ്തിട്ട് പോണ്ടേ, അതാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പൊ നമുക്ക് രണ്ടുപേരും കൂടെ അങ്ങ് പാടുന്നു. കൊടുങ്ങു കോവിഡേ മടങ്ങുക നീ, നിന്റെ വ്യാപനം ഇനി മതിയാക്കി മടങ്ങേണം നീ ഒടുങ്ങേണം. മടങ്ങു കോവിഡേ ഒടുങ്ങുക നീ, നിന്റെ വ്യാപനം ഇനി മതിയാക്കി മടങ്ങേണം നീ ഒടുങ്ങേണം. ഒടുങ്ങു കോവിഡേ മടങ്ങുക നീ, മരുന്നുകളാൽ പല മരുന്നുകളാലേ പൊരുതിയിരിക്കും നിനക്കെതിരെ
നാളെ കണ്ടെത്തിയിടും ഇതിനൊരു മെഡിസിൻ ഇന്നല്ലെങ്കിൽ നാളെ. മടങ്ങു കോവിഡേ മടങ്ങുക നീ, നിന്റെ വ്യാപനം ഇനി മതിയാക്കി. മടങ്ങേണം നീ ഒടുങ്ങേണം, മടങ്ങു കോവിഡേ മടങ്ങുക നീ. ഉച്ചവർ പോയൊരു ദുഃഖവും പേരി നടപ്പൂടയവരിവിടെ. ഉച്ചവർ പോയൊരു ദുഃഖവും പേരി നടപ്പൂടയവരിവിടെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇന്നല്ലെങ്കിൽ നാളെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇന്നല്ലെങ്കിൽ നാളെ. മടങ്ങു കോവിഡേ മടങ്ങുക നീ, നിന്റെ വ്യാപനം ഇനി മതിയാക്കി. മടങ്ങേണം നീ ഒടുങ്ങേണം, മടങ്ങു കോവിഡേ മടങ്ങുക നീ. വലിയ സന്തോഷം, നന്ദി. ഒപ്പം ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അദ്ദേഹത്തോടെ. ഇന്ന് ഞാൻ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തെ കാണാനും ഇതുപോലെ തന്നെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്നെന്ന് പറയുന്നതും വലിയൊരു സന്തോഷം തന്നെയാണ്. എല്ലാ ഭാവുകങ്ങളും പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും അടിച്ചു കയറി മുന്നേറട്ടെ.